വിശദമായി നോക്കാം. ISROയുടെ സ്പാഡെക്സ് ഡോക്കിംഗ് പരീക്ഷണം തുടരുകയാണ്. പേടകങ്ങൾ 15 മീറ്ററിൽ നിന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ 3 മീറ്ററിലേക്ക് കൊണ്ടുവന്ന് വിവരശേഖരണം നടത്തി കഴിഞ്ഞു. പിന്നാലെ പേടകങ്ങൾ സുരക്ഷിത അകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇരു പേടകങ്ങളും രേഖപ്പെടുത്തിയ വിവരങ്ങൾ പഠിച്ച ശേഷമാകും ഡോക്കിംഗ് പൂർത്തിയാക്കുക എന്ന് ISRO അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂരാണ് ചേരുന്നത്. മഹേഷ്, അപ്പോൾ ഇനി വിവരങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ഡോക്കിംഗ് ഇനിയും വൈകിയേക്കുമെന്നാണോ അറിയുന്നത്? എന്താണ് ISROയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ദിവ്യ, തീർച്ചയായും ഡോക്കിംഗ് നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഡോക്കിംഗ് പ്രോസസ് നീളുന്നു. അതായത് നേരത്തെ വന്നിരുന്ന ഏതാണ്ട് 2 മണിക്കൂർ മുൻപ് വന്നിരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ ഇന്ന് രാവിലെ ഈ സമയത്തിനുള്ളിൽ ഡോക്കിംഗ് നടക്കേണ്ടതായിരുന്നു എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടിയിരുന്നത്. പക്ഷേ 1 മണിക്കൂർ മുൻപ് ISRO ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന ട്രയൽ അറ്റംപ്റ്റ് ടു റീച്ച് 15 മീറ്റർ ആൻഡ് ഫർദർ ടു 3 മീറ്റർ ഈസ് ഡൺ. 3 മീറ്റർ അകലത്തിലേക്ക് ചുരുക്കി കൊണ്ടുവന്നിരുന്നു. മൂവിംഗ് ബാക്ക് സ്പേസ് ക്രാഫ്റ്റ് ടു സേഫ് ഡിസ്റ്റൻസ്. സുരക്ഷിത അകലങ്ങളിലേക്ക് പേടകങ്ങളെ മാറ്റിയിട്ടുണ്ട്. ദ ഡോക്കിംഗ് പ്രോസസ് വിൽ ബി ഡൺ ആഫ്റ്റർ അനലൈസിംഗ് ഡാറ്റ ഫർദർ. അതായത് വിവരശേഖരണം, ഈ പേടകങ്ങളിൽ നിന്നുള്ള വിവരശേഖരണം അത് പഠിച്ച ശേഷമാകും ഡോക്കിംഗ് നടത്തുക. ഉപഗ്രഹങ്ങളെ, പേടകങ്ങളെ നിശ്ചിത അകലത്തിലേക്ക്, സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റി എന്നാണ് ISRO നൽകുന്ന ഒരു വാർത്താക്കുറിപ്പ്. അതായത് 3 മീറ്റർ അരികിലേക്ക് വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിരുന്നു. അതിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ തന്നെ ISROയുടെ തന്നെ ട്വീറ്റ് ഉണ്ടായിരുന്നത്, അവർ എക്സിൽ കുറിച്ചിരുന്നത്, ഇനി കേവലം 50 ഫീറ്റ് അടി മാത്രമാണ് ഞങ്ങൾ തമ്മിൽ കൈ നൽകാനുള്ളത് എന്നുള്ള. അതായത് നമ്മൾ ഡോക്കിംഗ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അതിൽ നിന്നൊരല്പം പുറകോട്ട് പോയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. 3 മീറ്റർ അരികിലേക്ക് കൊണ്ടുവന്ന ശേഷം പിന്നീട് തിരികെ ഈ പേടകങ്ങളെ മാറ്റിയിട്ടുണ്ട്. അതായത് ഡോക്കിംഗ് പ്രോസസ്സ് തുടരുന്നു എന്ന് പറയാം. 3ാമത്തെ അറ്റംപ്റ്റ് ആണ് ഇന്ന് ഒരുപക്ഷെ നടന്നത്. 2 തവണയും നമുക്ക് അത് ഡോക്കിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു പക്ഷേ ഇന്നത്തതും നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് പറയുന്നത് ഇത് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു അറ്റംപ്റ്റ് എന്ന് ISRO തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡോക്കിംഗ് നീളുന്നു എന്ന് പറയാം. മഹേഷ, നമ്മൾ കരുതുന്നത് പോലെ അത്ര ഈസി അല്ല ഈ ഡോക്കിംഗ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിലെ ഓരോ നിമിഷവും, ഓരോ സെക്കൻഡിലും നടക്കുന്ന മാറ്റങ്ങൾ, ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങൾ, അതൊക്കെ നിർണായകമാണ്. അതൊക്കെ പഠിച്ച് വളരെ പതിയെ മാത്രമേ ഈ ഡോക്കിംഗ് പൂർത്തിയാക്കൂ എന്നാണോ മനസ്സിലാകുന്നത്? തീർച്ചയായും സുരക്ഷിതമായ ഒരു ഡോക്കിംഗ്, അല്ലെങ്കിൽ പൂർണ്ണ അർത്ഥത്തിൽ സമ്പൂർണ്ണമായൊരു വിജയം കൈവരിക്കണമെങ്കിൽ അത്ര കൃത്യത ഈ പറയുന്ന ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണം. നോക്കൂ, 2 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് 7 കിലോമീറ്റർ അകലെ നിന്ന് അതിൻ്റെ അകലം പതിയെ കുറച്ച് കൊണ്ടുവന്ന് 500 മീറ്ററിൽ എത്തിക്കുന്നു. അത് പിന്നീട് 230 മീറ്ററിൽ എത്തിക്കുന്നു. വീണ്ടും അത് 103 മീറ്ററിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് അതിനെ 15 മീറ്റർ അരികിലേക്ക് കൊണ്ടുവരുന്നു. 3 മീറ്റർ അരികിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ 2 ഉപഗ്രഹങ്ങളെയും കൂട്ടി സംയോജിക്കുന്നു. വളരെ എന്താ പറയുക, നേരിയ ഉപകരണങ്ങളുള്ള, വളരെ മൈക്രോ ലെവലിലുള്ള ഉപകരണങ്ങൾ പരസ്പരം ഘടിപ്പിച്ചിരിക്കുന്ന 2 ഉപഗ്രഹങ്ങൾ തമ്മിൽ ഒന്നു ചേരുന്ന വളരെ സങ്കീർണമായ, നിർണായകമായ ഒരു ദൗത്യമാണ് സ്പേഡെക്സ് എന്ന് പറയുന്നത്. 2 ഉപഗ്രഹങ്ങളാണ്, ചേസർ, ഒന്ന് ടാർജറ്റ്. ഈ 2 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് ചേർന്ന് പരസ്പരം ഇന്ധന കൈമാറ്റവും ഒപ്പം ഊർജ്ജ കൈമാറ്റവും ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവരശേഖരണം അത് പരസ്പരം കൈമാറുക എന്ന അതിസങ്കീർണമായ ഒരു ദൗത്യമാണ്. അപ്പോൾ അത് ഏതെങ്കിലും അർത്ഥത്തിൽ വളരെ പെട്ടെന്ന് നടത്തുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. വളരെ പഠിച്ച ശേഷം വളരെ കൃത്യതയോടുകൂടി പൂർണ്ണതോതിൽ വിജയം കാണുന്ന രീതിയിലേക്ക് അതിന് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് ISRO ചെയ്യുന്നതും. അതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ആദ്യ അറ്റംപ്റ്റിൽ നമ്മൾ 500 മീറ്ററിൽ നിന്ന് 225 മീറ്ററിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിനിടെ ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേടകങ്ങളുടെ ദിശയിൽ നേരിയ മാറ്റം വന്നിരുന്നു. അതിലെ ത്രസ്റ്ററുകളിലുണ്ടായ നേരിയ പ്രയാസം പോലും വലിയ ആശങ്ക നമ്മളെ സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് നടന്ന അറ്റംപ്റ്റുകളിലൊന്നും അതിനുള്ളൊരു സാധ്യത പോലും ISRO വെച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് തൊട്ടരികിലേക്ക് വന്നതാണ്. 3 മീറ്റർ അരികിൽ വരെ വന്നിരുന്നു. പക്ഷേ ISRO തന്നെ വ്യക്തമാക്കുന്നത് അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയതാണ്. ഈ 15 മീറ്ററിൽ നിന്ന് 3 മീറ്ററിലേക്ക് വരുമ്പോഴും ഈ 3 മീറ്റർ അരികിൽ 2 പേടകങ്ങൾ തമ്മിൽ നിൽക്കുമ്പോഴുമുള്ള ഡാറ്റ വിവരശേഖരണം ഇരു പേടകങ്ങളും നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായി പഠിച്ച ശേഷമാകും പൂർണ്ണ തോതിലുള്ള ഡോക്കിംഗ് സാധ്യമാക്കുക. അതിനായി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ISRO. ഇനി എപ്പോൾ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. എത്ര ദൂരത്തിലേക്കാണ് ഇരു പേടകങ്ങളെയും മാറ്റിയത് എന്ന കാര്യത്തിലും ഒരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ എന്തായാലും അതിന് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഡോക്കിംഗ് സാധ്യമാകുമെന്ന് തന്നെയാണ് നമ്മുടെ ഡോക്കിംഗ് അത് സക്സസ് ആയി എന്നോ ഇല്ല എന്നോ പറയാനായിട്ടില്ല. അതിങ്ങനെ തുടരുകയാണ്.
ആ ഡോക്കിംഗ് പ്രോസസ്സ്, ആ പരീക്ഷണം അല്ലെങ്കിൽ ആ ഡോക്കിങ്ങിനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വലിയ വലിയ പ്രതീക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം. കാരണം നിലവിൽ എത്രമാത്രം സുരക്ഷിതമായി നടപ്പാക്കാനാകുമോ അതിനുള്ള സാധ്യതകളെല്ലാം ISRO തേടുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. കാരണം ഒരു പിഴവ് പോലും ഉണ്ടാകാൻ ഒരു പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു പിഴവും സംഭവിക്കാതെ അത് സക്സസ് ആയി തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ISRO നടത്തി വരുന്നത്. നേരത്തെ പരമാവധി അടുത്തെത്തിച്ചു, അതിനുശേഷം ചിത്രങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു. ചില വിവരങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ 2 ഉപഗ്രഹങ്ങൾ തമ്മിൽ നടന്നു. അതിനുശേഷം വീണ്ടും നിശ്ചിത അകലത്തിലേക്ക് 2 ഉപഗ്രഹങ്ങളെ മാറ്റിയിരിക്കുകയാണ്. ഡോക്കിംഗ് പ്രോസസ് തുടർന്നു വരുന്നു എന്ന് തന്നെയാണ്. നമ്മൾ പുതിയ അപ്ഡേറ്റ്സിനായി ISROയിൽ നിന്നുള്ള വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. മഹേഷ് പോലൂരാണ് വിവരങ്ങൾ നൽകിയത്.